ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് അസാധുവാക്കലിൽ സുപ്രീംകോടതിയിൽ നിന്ന് ബിജെപിക്ക് വൻ തിരിച്ചടി. ആം ആദ്മി പാർട്ടിയുടെ കുൽദീപ് കുമാറിനെ മേയറായി സുപ്രീംകോടതി പ്രഖ്യാപിച്ചു. വരണാധികാരി അനിൽ മസി കൃത്രിമം കാണിച്ചുവെന്ന് സുപ്രീംകോടതി കണ്ടെത്തി. ബിജെപിയുടെ ന്യൂനപക്ഷ സെല്ലിലെ അംഗം കൂടിയായ വരണാധികാരിക്ക് സുപ്രീംകോടതി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ 8 വോട്ടുകൾ അസാധുവായതിൽ വരണാധികാരി കൃത്രിമം കാണിച്ചുവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർണായക വിധി. ബിജെപിയുടെ ന്യൂനപക്ഷ സെൽ അംഗം കൂടിയായ വരണാധികാരി അനിൽ മസിയുടെ മേൽനോട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫലം സുപ്രീംകോടതി റദ്ദാക്കി. ആം ആദ്മി പാർട്ടിയുടെ കുൽദീപ് കുമാറിനെ മേയറായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വരണാധികാരിയായ അനിൽ മസി കാരണം കാണിക്കൽ നോട്ടീസിന് 3 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. അസാധാരണമായ നടപടികളാണ് ആം ആദ്മി പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥി നൽകിയ ഹർജിയിൽ സുപ്രീംകോടതിയിലുണ്ടായത്. വരണാധികാരിയെ തന്നെ നേരിട്ട് വിളിച്ചു വരുത്തിയായിരുന്നു ക്രോസ് വിസ്താരം. വോട്ടെണ്ണൽ ദൃശ്യങ്ങളും ബാലറ്റ് പേപ്പറുകളും 3-അംഗ ബെഞ്ച് വിശദമായി പരിശോധിച്ചു. തുടർന്ന് കോടതിയുടെ സാന്നിധ്യത്തിൽ ഇരു കക്ഷികൾക്കും പരിശോധിക്കാൻ അവസരം നൽകി. AAPക്ക് വോട്ട് ലഭിക്കേണ്ട 8 ബാലറ്റുകളിൽ വരണാധികാരി മാർക്ക് രേഖപ്പെടുത്തി അസാധുവാക്കിയെന്ന് കോടതി കണ്ടെത്തി. ഇതോടെ 8 വോട്ടുകൾ സാധുവാക്കി എണ്ണുകയും 20 വോട്ടുകൾ നേടിയ AAP സ്ഥാനാർത്ഥി കുൽദീപ് കുമാറിനെ വിജയിയായി പ്രഖ്യാപിക്കുകയുമായിരുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബാലറ്റ് കുത്തിവരച്ച് വികൃതമാക്കിയ വരണാധികാരിയുടേത് കുറ്റകരമായ പെരുമാറ്റമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിൽ അന്തിമവാദം കേൾക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം BJP മേയർ മനോജ് സോൻകർ രാജിവെച്ചിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ 3 കൌൺസിലർമാരെ കാലുമാറ്റി നഗരസഭയിൽ BJP ഭൂരിപക്ഷവും ഉറപ്പാക്കിയിരുന്നു. എന്നാൽ അസാധു വോട്ടുകൾ കൂടി കണക്കിലെടുത്തതോടെ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിച്ച AAP സ്ഥാനാർത്ഥിയെ കോടതി വിജയിയായി പ്രഖ്യാപിച്ചത് കൌൺസിലിൽ വീണ്ടും രാഷ്ട്രീയ ബലപരീക്ഷണത്തിന് സാഹചര്യമൊരുക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.